ഹലോ വെൽക്കം ടു ബിനോസ് വ്ലോഗ്. ഹെയ്റ്റ്സ് മീ ബിനീഷ്. ഇന്ന് നമ്മൾ മാമൻ്റെ വീട്ടിൽ നമ്മുടെ അമ്മയുടെ വീട്ടിലാട്ടോ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. നമ്മളെ കളിയാട്ട ഉത്സവമാണെന്ന്. നമ്മളെ മലബാർ മേഖലയിൽ കളിയാട്ട ഉത്സവത്തോടു കൂടി ഈ മേഖലയിലെ ഉത്സവങ്ങൾ കംപ്ലീറ്റ് ഫിനിഷ് ആവും. അപ്പോൾ കളിയാട്ടമാണ് ഇന്നത്തെ മെയിൻ. അപ്പോൾ കളിയാട്ടം വരുമ്പോൾ ഈ മൂന്നിയൂർ മേഖലയിലുള്ള എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ ഫാമിലീസും വന്ന് ജോയിൻ ചെയ്തു. ഭയങ്കര രസമാട്ടോ, ഒരു ഗെറ്റ് ടുഗദർ പോലെ തന്നെയാണ് ശരിക്കും ഈ കളിയാട്ടം. അപ്പോൾ ഇന്ന് കളിയാട്ടത്തിന് വേണ്ടി നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി വൈബായിരിക്കും ഇന്നത്തെ ഒരു ദിവസം. ഇത് ഞങ്ങളെ കൊലായി കേട്ടോ, നമ്മളെ 6 മാച്ച് കളിച്ചിരുന്ന കൊലായി. ഒരുപാട് ഏരിയ ഉണ്ട്. അതിനെക്കൊണ്ട് അടുത്ത വീട്ടിലെ മക്കളും ഇവിടുത്തെ മക്കൾക്ക് കൂടി ഇവിടുന്ന് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ പൊളിച്ചിറക്കി കളിച്ചൊരു സ്ഥലമാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ ഹൈറ്റ് കുറവായിരിക്കും. അങ്ങനെ ഈ ഒരു ഭാഗത്ത് കുറേ എണ്ണത്തിൻ്റെ തല തട്ടി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളെ ഇടനാഴി കേട്ടോ. പണ്ടത്തെ വീടിനറിയാം, നല്ലൊരു ഇടനാഴി ഉണ്ടായിരിക്കും കണ്ടോ, ഒരു ലോങ് ഇടനാഴി. അതിൻ്റെ സൈഡിലൊക്കെ റൂമുകൾ, പണ്ടത്തെ വീടിന് നമുക്കറിയാം കൊച്ചു കൊച്ചു റൂമുകളായിരിക്കും. ആ റൂമിൽ പച്ചച്ച കിടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കണ്ടോ, ഈ വീടിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടോ, പണ്ടത്തെ കോണി ഉണ്ടോ, കുത്തനെ 90 ഡിഗ്രി കോണിയായിരിക്കും. ആ 90 ഡിഗ്രി കോണി കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ കിടക്കുന്ന ഞങ്ങളെ കൊച്ചു റൂം. പണ്ടത്തെ വീട്ടിലെ റൂംസ് നമുക്ക് അറിയാം, മാരക റൂമായിരിക്കുമല്ലോ, കുഞ്ഞു റൂംസ് ആയിരിക്കും. ആ കുഞ്ഞു റൂമിൽ ഒരുവിധം സെറ്റപ്പുകളൊക്കെ ചെയ്ത് വെച്ച ഒരു കുഞ്ഞു റൂംസ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയിലൂടെ താമർത്തിയ പരിപാടി കേട്ടോ. ഇന്ന് നമ്മൾ കളിയാട്ടമായിട്ട് നേരത്തെ പറഞ്ഞു എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള. അങ്ങനെ ജോയിൻ ചെയ്തതിൻ്റെ താമർത്തിയ പരിപാടികളോട് നടന്നുകൊണ്ടിരിക്കുന്നത്. കിച്ചണിൽ കയറാൻ താഴെയില്ല, ആണ് കൊണ്ട് വ്യത്യാസം ഒന്നും. എല്ലാവരും നല്ല പാചക വൈദഗ്ധ്യമുള്ള ടീമാണ്, അതും നല്ല ടേസ്റ്റി ഫുഡ്. അപ്പോൾ അതിൻ്റെ പണി അവിടെ നടന്നു കൊടുക്കുന്നത്. ഉള്ളിയൊക്കെ കണ്ടോ, നല്ല ചെറിയ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് തകർക്കുകയാണ്. ചെറിയ ഉള്ളി വലിയ ഉള്ളിയൊക്കെ തകർക്കുകയെന്ന്. ബാക്കി വിശേഷം ഞാൻ അടുക്കളയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ അമ്മ, ഇത് നമ്മളെ അമ്മയുടെ പെങ്ങന്മാർ എല്ലാവരും ചേർന്ന് തകർക്കട്ടോ. ഇവിടെ ഇന്നത്തെ ഭക്ഷണം എന്തായാലും കുശാലായിരിക്കും. ചീര ഉപ്പേരിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നാടൻ സാധനം, തൊടിയില്ലാതാട്ടോ. തൊടി ഇഷ്ടം പോലെ തൊടിയുണ്ട്. ആ തൊടിയിൽ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. വാഴ, ചേമ്പ്, ചേന എന്ന് പറഞ്ഞ കീടുന്ന സാധനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. നമ്മളെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല നൊസ്റ്റാൾജിക്കും ഏറ്റവും നല്ല ഫുഡ് ഏതായിരിക്കും എന്നറിയോ? നമ്മളെ അമ്മമ്മമാരുണ്ടാക്കിയ ഫുഡ് തന്നെ ആയിരിക്കും. ഒന്നൊന്നര ഫുഡായിരിക്കും. ഈ അമ്മമ്മ ഉണ്ടാക്കി തന്ന എല്ലാ ഫുഡും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് അമ്മയ്ക്കും കൂടി കുടിക്കാൻ നിങ്ങൾ കൈപ്പുണ്യം. അമ്മ കേൾക്കണ്ട, അമ്മ ഉണ്ടാക്കിയ ഫുഡ് നല്ല തന്നെ കേട്ടോ. പക്ഷേ അമ്മമ്മേൻ്റെ അത്ര ഒരാളും എത്തൂല, നല്ല കിട്ടുന്ന ഫുഡാണ്. അപ്പം ഇന്ന് ഞങ്ങൾ വീണ്ടും അമ്മമ്മ ഉണ്ടാക്കിയ ഫുഡ് ഞങ്ങൾ 6 മാച്ച് കഴിക്കും. നമ്മളെ അടുക്കളയിൽ ഫുഡൊക്കെ റെഡി ആയി. അപ്പം അടുത്ത വായൻ്റെലയ്ക്ക് ഒരു കുറവില്ല, ഫുള്ള് ഒരുവിധം വീണ് നടക്കുന്നുണ്ട്. നല്ല കാറ്റും മഴ അതിനെ കൊണ്ട് തന്നെ. വായൻ്റെല മാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ വീണ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ട് നമ്മുടെ വായൻ്റെലായിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ. ഹാപ്പി ആയിട്ട് നമ്മളെ അച്ഛച്ചും അമ്മമ്മയും കുറേ കാര്യമുള്ള പരാതി തന്നെ, എല്ലാവരും ഒരുമിച്ച് ഇവിടുന്ന് വരുന്നില്ല എന്ന്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങ് വന്ന് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും ഹാപ്പി ആൾക്കാരാണ് നമ്മളെ അച്ഛച്ചും അമ്മമ്മയും. കൂടെ ഞങ്ങളും എല്ലാവരും ഫുൾ ഹാപ്പി. എല്ലാവരും ഹാപ്പി അല്ലേ?